നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി, നമ്മളെപ്പോഴും നമ്മളുടെ വ്യക്തികളെ കുറിച്ച്, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, എന്നോട് ഒരു തരം സ്നേഹവും ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പുള്ളിക്കാരൻ വെറുതെ, അല്ലെങ്കിൽ അവള് വെറുതെയാണ്, സ്നേഹമൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ശരിക്കും അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും അല്ലെ? നമ്മള് കുറെ അവരെ സ്നേഹം അംഗീകരിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറും അല്ലെ? അപ്പൊ നമുക്ക് ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് റോസും യെല്ലോ റോസും വൈറ്റ് റോസും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഏത് ടോപ്പിക്കിന്റെ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിലും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ സെലക്ട് ചെയ്തോളൂ. ഓം നമ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാർഡുകൾ മാറ്റിയിട്ട് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ബന്ധങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറെ പേര് കാണുന്നുണ്ടാവുമല്ലോ, എല്ലാവരുടെയും കൂടെ കാര്യമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, അപ്പൊ നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാർഡ് വീണെങ്കിലും അത് ഇങ്ങനെ വീഴണം, എന്നാലേ ഞാൻ അത് എടുക്കുള്ളൂ. കാരണം അതാണ് എനിക്ക് മെസ്സേജ് ആയിട്ട് തോന്നാറ്. അതാണ് ഭഗവാനെ. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ചിലപ്പോ ആ കാർഡ് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വെയിറ്റ് ചെയ്യിച്ചത്. രണ്ടാമത്തെ കാർഡ് കുറച്ച് കുഴപ്പമുള്ള കാർഡാണ്. ഒരു കാര്യം കൂടി ചെയ്തു നോക്കാം. ഭഗവാനെ, നമഃ ശിവായ. അപ്പൊ 2 കാർഡുകളാണ് ഇവിടെ വന്നത്. ഇവിടെ ഒരെണ്ണം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡും ഒരെണ്ണം കുറച്ച് പെശകായ കാർഡുമാണ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും, ഇതുവരെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല, എത്ര പ്രാർത്ഥിച്ചാലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങള് സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ല, ഒരു മിറക്കിൾ ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും, അതിനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു കാർഡ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളിപ്പോ ഏത് സിറ്റുവേഷനിലാണോ, ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളോട് സ്നേഹമില്ല, എന്നെ എനിക്കൊരു റെസ്പെക്ട് തരുന്നില്ല എന്നൊരു ചിന്തയിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെയാണ് ആ വ്യക്തിയാണ് നിങ്ങളെ കൂടുതൽ റെസ്പെക്ട് തരുന്നു, അത് തരുന്നു, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരിക്കും ആ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ ഷോ ആയിരിക്കും, വെറുതെ കാണിക്കുന്നതായിരിക്കും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. എന്തായാലും നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ ടോക്സിക് ആയ ഒരു അവസ്ഥയിലാണ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതുകൊണ്ട് സങ്കടമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ അവസ്ഥ ത്യജിക്കണം എന്നാണ് ഇവിടെ ഒരു കാർഡ് പറയുന്നത്. അപ്പൊ ഈ 2 കാർഡുകളാണ് വന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള എനർജി എന്താണ്. നിങ്ങൾ ഒട്ടും സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്. അപ്പോ ഒന്നാമത്തെ റെഡ് കളർ എടുത്തവരുടെ കാർഡാണ് നോക്കുന്നത്. 8 of Swords റിവേഴ്സ് ആണ്. 8 of Swords അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ കെട്ടിപ്പൂട്ടിയിരിക്കുന്ന ഒരു ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥ. എന്നുവെച്ചാല് ചില അവസ്ഥകൾ നമ്മൾ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല, ഞാൻ ഇവിടെ പെട്ടുപോയി,
ഈ ജോലിയിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ വളരെ കംഫർട്ടബിൾ, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ പരിചയമുള്ള ശത്രുക്കള്, മനസ്സിലായോ? അപ്പോ നമ്മൾ ഒട്ടും ഹാപ്പി അല്ല. പക്ഷെ എന്നാലും ഈ അവസ്ഥ എനിക്ക് ശീലമായതുകൊണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ കംഫർട്ടബിൾ ആയതുകൊണ്ട് നിൽക്കുന്നു, ഞാൻ ഹാപ്പി അല്ല. പക്ഷെ ഇവിടെ 8 of swords റിവേഴ്സ് ആണെന്ന് വെച്ചാല് ഇവിടെ ആരും എന്നെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കാണിക്കുന്നത്. അപ്പൊ വ്യക്തി ഏത് അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയില് വ്യക്തി ഹാപ്പി ആണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ 8 of swords എന്ന് പറയുമ്പോൾ അക്വയറസ്, ലിബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ്. കാർഡ് ക്ലാരിഫൈ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ചിലപ്പോ ഈ വ്യക്തി പുറത്തുള്ള ആളുകൾക്ക് ഈ വ്യക്തി ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളോ, ഇതെന്തിനാ കാണുന്ന ഒരു ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ വ്യക്തി സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വ്യക്തി വളരെ ഹാപ്പിയാണ്. സൺ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്, കൂടാതെ ജഡ്ജ്മെന്റും. ഈ വ്യക്തി പറയുന്നത് ഇതിനകത്ത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇതെന്റെ ഓരോരുത്തരുടെ യോഗം അനുസരിച്ച് അവർക്ക് അർഹിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ കിട്ടുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, കർമ്മഫലങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിലും ബെറ്റർ കിട്ടണം, അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലാത്ത ഒരാളാണ്. കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാല് കുറവൊന്നും ഇതിനകത്ത് വ്യക്തിക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ഹാപ്പിയാണ് ഈ വ്യക്തി കേട്ടോ. ഇത് ലിയോ ഉണ്ട്, ഇവിടെ സ്കോർപിയോവും ഉണ്ട്. അപ്പൊ ഈ വ്യക്തി വളരെ ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ? അപ്പോ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണോ ഈ വ്യക്തി എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ വ്യക്തിയുടെ ഇത്രയും നല്ലൊരു സ്നേഹമാണ് ഈ വ്യക്തിക്ക്. അപ്പൊ ഇത് കാണിക്കാൻ കഴിവുള്ള ഒരാളാണോ ഇത്? ഈ വ്യക്തി അത്ര വളരെ സന്തോഷമാണെങ്കിലും എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം കർത്തവ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന, ഉത്തരവാദിത്തോട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാനിത് ചെയ്യും എന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രാരാബ്ധമായിട്ട് തോന്നുന്നില്ല. 10 of wands റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. ജീവിതമല്ലേ, ജീവിതം ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അല്ലെ? നമ്മൾ വലിയ എന്താ പറയാ, 24 മണിക്കൂറും ഹാപ്പി ആണെങ്കിൽ നമുക്ക് വട്ടായി പോകില്ലേ? ഏതുവരെ ചിരിച്ചോണ്ട് എങ്ങനെ ഇരിക്കുന്നത്? സന്തോഷം സഹിക്കാൻ പറ്റണില്ല 24 മണിക്കൂർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉള്ളതാണ് എന്ന് അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. എനിക്ക് ഇവിടെ ഒരു എന്റെ ഉത്തരവാദിത്തം എന്നല്ല, എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ഇതിലാണ് ചെയ്യുന്നത്. ഉത്തരവാദിത്തമായിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രാരാബ്ധമായിട്ട് വരും. ഇത് അങ്ങനെയല്ല, ഇതെനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാനെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊരു കാര്യമാണ്. 8 of Pentacles ആണ് വന്നിരിക്കുന്നത്. വെച്ചാല് ഉയർച്ച, ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ പറയാ, പണ്ടൊരു സിനിമ നമ്മള് വന്നിട്ട് വളരെ സ്നേഹം കാണിക്കുന്ന ഒരു ഭർത്താവ് അവസാനം അയൽത്തുകാരുടെ വീട്ടിൽ നിന്ന് പിടിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. എന്നാല് ഇപ്പുറത്തെ വീട്ടിലെ സ്ത്രീക്ക് അവരുടെ ഭർത്താവ് ഒട്ടും സ്നേഹം കാണിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ്. അങ്ങനെയാണ് നമ്മളുടെ മിക്കവരുടെ, നമ്മൾ ഷോയിലാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. അത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിച്ച് നാട്ടുകാരോ അയ്യോ നിന്റെ ഭർത്താവ് നിന്നെ എന്തോരം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവന്റെ ഭാര്യ എന്തോരം എന്ന് പറയണം. ശരിക്കും അവരിത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ആത്മാർത്ഥമാണോ എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവാറില്ല. അപ്പൊ ഇവിടെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് പ്രകടിപ്പിക്കാൻ അറിയില്ല. പ്രവൃത്തിയിൽ കൂടെയാണ് ചിലര് അവരുടെ സ്നേഹവും ആത്മാർത്ഥയും പ്രകടിപ്പിക്കുക, സംസാരത്തിൽ കൂടെയല്ല കേട്ടോ. നിങ്ങളുടെ വ്യക്തി അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ വലിയായിട്ട് പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല, പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകും. നിങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടില്ല, മനസ്സിലായോ? അപ്പൊ അതാണ്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നില്ലായിരിക്കും വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള്, ത്യാഗങ്ങളും എല്ലാം ചിലപ്പോൾ 2-3 ജോലികൾ ചെയ്യുന്ന ഒരാളായിരിക്കും. പാർട്ട് ടൈം ജോലിയൊക്കെ. നിങ്ങൾ ഒരിക്കലും എന്തിനാ ഇത് കഷ്ടപ്പെടണം, നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ജോലി തിരക്കിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല.
ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കാനും നിങ്ങൾക്ക് ഒരു അല്ലലും വരാതിരിക്കാനും, കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒരു അല്ലലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെട്ടോട്ടം ഓടുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ ഈ വ്യക്തി സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയുന്ന ആളല്ല. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഒരു ജീവിതം പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. അതിലാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഭഗവാനെ, ഈ വ്യക്തിക്ക് ഇവരില്ലാതെ ഒരു ജീവിതം സാധ്യമാണോ? ഈ വ്യക്തി മാരേജിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണിക്കുന്ന ഒരാളാണ്, വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്. അപ്പോ ഇപ്പോ നിങ്ങളില്ല എന്ന് വെച്ചാല് എല്ലാ സിറ്റുവേഷനില് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോ ഇല്ല, ഇത് വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. റിലേഷൻഷിപ്പിൽ വിശ്വാസമുള്ള ആളാണ്. വിവാഹത്തിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ബന്ധങ്ങളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ദിവസം വഴക്കിട്ടെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇറങ്ങി പോകുന്ന, ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ഈ വ്യക്തി. പക്ഷേ ഇപ്പൊ നാളെ നിങ്ങൾ ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇല്ലാതായാലും ഈ വ്യക്തി പ്രാക്ടിക്കലും ലോജിക്കലും ആയതുകൊണ്ട് ഈ വ്യക്തി, നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ വ്യക്തി മരിച്ചു പോയാൽ അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് പച്ചയായിട്ട് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. അതാണ് വാസ്തവം, അല്ലെ? വളരെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിലത്ത് വെക്കാതെ ഭാര്യയെ കൊണ്ട് നടക്കുന്ന പലരും, ഭാര്യ മരിച്ച് 1 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കുന്ന കഥകളൊക്കെ നമ്മൾ അറിയുന്നതാണ്. അല്ലെങ്കിൽ ഭർത്താക്കന്മാരും സ്ത്രീകളും. അപ്പോ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ, അല്ലെ? അപ്പോ അതൊക്കെ വളരെ പ്രാക്ടിക്കലാണ്. നമ്മൾ പറയുന്നില്ല, പക്ഷെ ജീവിതം മുമ്പോട്ട് പോകണം. അപ്പൊ അതിനോട് ഇവിടെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരാള് അതുപോലെ തന്നെ പൊരുത്തപ്പെടല് പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും ഉണ്ടാവും, നിങ്ങളില്ലെങ്കിലും ഉണ്ടെങ്കിലും. മനസ്സിലായോ? ആ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. അത് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് നിങ്ങളാണെങ്കിലും അതന്നെയല്ലേ ചെയ്യുള്ളൂ. ജീവിതകാലം മുഴുവനും അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ അവസാന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്ന് വെച്ചാല് ഭർത്താവ് ഇല്ലാതായി, അല്ലെങ്കിൽ ഭാര്യ ഇല്ലാതായി, ഒരു കൂട്ട് എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പൊ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ മടിയാണ്, ആരെങ്കിലും കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ അടക്കിയിട്ട് നമ്മള് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് നാട്ടുകാർ നമുക്കൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല, അല്ലെ? അപ്പോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി. വളരെ പ്രാക്ടിക്കലാണ്. നിങ്ങളോട് കൂടെയുള്ള ജീവിതം സന്തോഷമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ആ വ്യക്തി ആ ഒരു ഇതിൽ ഒഴുക്കിൽ അങ്ങ് പോകുന്നു. അതേസമയം നാളെ ഒരിക്കൽ നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വ്യക്തി ആ സന്ദർഭവും ആക്സെപ്റ്റ് ചെയ്യും. വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായ ഒരാളായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നത്. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ്. ഏഞ്ചൽ മെസ്സേജസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിന് നിങ്ങളോട് ഈ ബന്ധത്തെ കുറിച്ച് പറയാൻ ഉള്ളത്? ഇവിടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ കണ്ണിൽ നോക്കിയിരിക്കുക, വിവാഹമൊക്കെ കഴിഞ്ഞൊരു 5 വർഷം, 1 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ നമുക്കൊന്നും എന്താ കള്ളത്തരം കാണിക്കാനില്ല. വളരെ നാച്ചുറൽ ആണ് നമ്മൾ രണ്ടുപേരും. എന്തൊളിക്കാനാണ്? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അഭിനയിക്കേണ്ട കാര്യമുണ്ട്. അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് മാറിയിട്ടില്ല. ഇപ്പോഴും പഴയ റിലേഷൻഷിപ്പ് ഒരു തുടക്കത്തിൽ ആ ഒരു ഇതിലാണെന്ന് മനസ്സിലാക്കുക. റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ള ഒരു ഭയങ്കര റൊമാൻറ്റിക് ആണ്. ട്രൂ ലവ് ആണിത്. ട്രൂ ലവ് ആണ്. നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം? പ്രൂഫ്. അപ്പോ ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ട്രൂ ലവ് ആണ്. ഇതാണ് നിങ്ങളുടെ ട്രൂ ലവ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ്. എനിക്ക് വളരെ സന്തോഷമായി ഈ റീഡിങ് കണ്ടപ്പോ. വെറുതെ ഷോ ഓഫ് ഒന്നും ഇല്ലാത്ത ഒരാള്, വളരെ നോർമൽ ആയ നാച്ചുറൽ ആയ ഒരാളാണ്. അങ്ങനത്തെ ഒരാളെയാണ് നമുക്ക്, സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനത്തെ ഒരാളെയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. വെറുതെ ഷോ കാണിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക് പോവാണ്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണിത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ 2ാം കല്യാണം, 3ാം കല്യാണം, 1ാം കല്യാണം, ബ്രേക്കപ്പ് ആയിട്ട് ശേഷം പുതിയ റിലേഷൻഷിപ്പ്, എന്തുമായിക്കോട്ടെ, ഇതൊരു പുതിയ ലവ് അഫെയർ ആണെന്നാണ് പറയുന്നത്. പുതിയ ലവ് ആണ്, പുതിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഈ വന്നിരിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇതൊരു തുടക്കമാണ് റിലേഷൻഷിപ്പിന്റെ എന്നാണ് പറയുന്നത്. രണ്ടുപേരും ആ തുടക്കത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഇവിടെ ഉണ്ടാവും. ഒരു
എന്താ പറയാ, ഇത് എന്താണ്, ഇനി എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല, പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ലല്ലോ, അത്ര പരിചയപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നയൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചൊരു ഒരു സംശയത്തോടെയാണ് റിലേഷൻഷിപ്പിൽ, കാരണം പഴയ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ മോശമായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കേറണോ റിലേഷൻഷിപ്പിലേക്ക്, ഇത് കേറിയാൽ ഇനിയും തലവേദന ആകുമോ. അടുത്ത കാർഡ് വന്ന് 6 ഓഫ് സ്വർഡ്സ് ആണ്. അപ്പൊ എന്തോ പ്രശ്നങ്ങളിൽ നിന്ന് വന്ന് കേറിയിരിക്കുകയാണ്. എന്ന് വെച്ചാല് പഴയ റിലേഷൻഷിപ്പിൽ വളരെ സങ്കടമായിരുന്നു, വളരെ വിഷമത്തോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പ് പോയി. ഇതൊരു വാട്ടർ സൈൻ ആണെങ്കിൽ, നിങ്ങളുടെ വ്യക്തി ക്യാൻസർ, പൈസസ്, സ്കോർപിയോയിൽ ആരെങ്കിലും ആണെങ്കിൽ, ആ വ്യക്തിയുടെ എക്സ് ചിലപ്പോ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് അല്ലെങ്കിൽ അക്വേറിയസ്, ലിബ്ര, ജെമിനി ഇവരിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വ്യക്തി കുറെ സങ്കടം സഹിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ഫയർ സൈനും എയർ സൈനും അധികം ഇമോഷൻസ് കാണിക്കാത്ത ആളുകളാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയ ഒരാളാണ്. കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു ശതമാനമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്ന, ഇമോഷണൽ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്ന, ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതിന്റെ തുടക്കമാകുമോ എന്നൊരു ടെൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ട്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അപ്പൊ ഇത് കുറച്ചും കൂടെ ശാന്തമായ ഒരു റിലേഷൻഷിപ്പ് വേണം, മനസമാധാനം വേണം എന്ന ഒരു ഇതിലാണ്. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കേറിയിട്ടില്ല, ഇതൊരു തുടക്കമാണ്, നോക്കാം എന്നൊരു ഇതിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളാണോ? ഇപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ കുറച്ചൊന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വെച്ചാല് അറിയില്ലല്ലോ നിങ്ങൾ ഇത് എന്താണ് പരിപാടി, നിങ്ങൾ വളരെ സീരിയസ് ആണോ, വെറുതെ തമാശക്കാണോ എന്നൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഏസ് ഓഫ് പെന്റക്കൽസ് ആണ്. പുതിയൊരു ഓഫർ ആണ്. ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. വാട്ടർ സൈൻ ആണ്. വാട്ടർ സൈൻസ് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കും. പക്ഷെ ഒരടി കിട്ടിക്കഴിയുമ്പോഴാന്ന് വെച്ചാല് അവര് കൊടുക്കുന്ന സ്നേഹം അത് നെഗറ്റീവായിട്ട് മറ്റേയാൾക്ക് ഇതായിട്ട് മറ്റേയാള് അതേ സ്നേഹം തിരിച്ചു കൊടുക്കാതെ വരുമ്പോഴാണ് ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാം. പിന്നെ അവർക്ക് പേടിയാവും സ്നേഹിക്കാൻ. അപ്പൊ അവര് സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കി വെക്കും. അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ ഈ വ്യക്തിക്ക് നല്ലവണ്ണം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങൾ കൊടുക്കുന്നതിന്റെ അതേ ഇതിൽ തന്നെ തിരിച്ചു തരാൻ കഴിവുള്ള ഒരാളാണെന്നാണ് പറയുന്നത് വ്യക്തി. അപ്പൊ പക്ഷെ വ്യക്തി പാസ്റ്റിലെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആ തുടക്കത്തിൽ അത് അത്രയായിട്ട് കാണിക്കില്ല. ഇവിടെ അതുപോലെ വളരെയധികം ജ്ഞാനമുള്ള ഒരാളാണ്, വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പൊ ഇൻറ്റ്യൂട്ടീവ് എന്ന് വായിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും മൂഡ് അനുസരിച്ച്, മറ്റുള്ളവരുടെ മൂഡ് അനുസരിച്ച് പെരുമാറാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ ഈ വ്യക്തി ഒന്ന് പതുക്കെ ഒന്ന് പതുങ്ങിയേ ഇടപെടുള്ളൂ നിങ്ങളോട്. കാരണം നിങ്ങളുടെ അവിടെ നിന്ന് ആ ദേഷ്യം ഈ വ്യക്തിക്ക് സ്പോഞ്ച് പോലെയാണ് ഇവർ അബ്സോർബ് ചെയ്യും. വാട്ടർ സൈൻ തന്നെ ആവണം എന്നില്ല, പക്ഷെ ഇവിടുത്തെ എനർജി കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ വ്യക്തി ആരും ആവാം. അപ്പോ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ എംപതി, ഒരു ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസ് അറിഞ്ഞ് പെരുമാറാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് കപ്സ് അപ്രൈറ്റ് ആണ് വന്നെങ്കിൽ 6 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. ചിലപ്പോൾ ഞാൻ ഓവർ ഇമോഷണൽ ആകുമ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നമാകുമായിരിക്കാം. അപ്പം എന്തായാലും ഒന്ന് അടുത്ത് വരട്ടെ, എനിക്കൊന്ന് മനസ്സിലാവട്ടെ നിങ്ങളെ. അത് കഴിയുമ്പോൾ ഞാൻ നോർമൽ ആയിട്ട് പെരുമാറിക്കോളാം, എനിക്ക് കുറച്ച് സമയം വേണമെന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വെർഗോ, പൈസസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. പാസ്റ്റിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പിനെ പുതിയതായിട്ട് തന്നെ കാണാനും ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുമാണ് ഈ വ്യക്തി ട്രൈ ചെയ്യുന്നത്. അല്ലാതെ പാസ്റ്റിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഈ വ്യക്തി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നിങ്ങളെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നില്ല വ്യക്തി. അപ്പൊ ഒരു പോസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. നിങ്ങളല്ലാതെ ഈ വ്യക്തിക്ക് ജീവിക്കാൻ പോസിബിൾ ആണ്. ഇത് തുടക്കമാണ്. എന്നാലും നമ്മളൊന്ന് ചോദിക്കുകയാണ്, നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് മുമ്പോട്ട് വേറൊരു റിലേഷൻഷിപ്പ് ിലേക്ക് പോകാൻ സാധ്യമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു 2 കാർഡ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി എന്നുവെച്ചാല് ഇതുവരെ ഈ വ്യക്തി സ്നേഹം കൊടുത്തിട്ട് വ്യക്തിക്ക് അർഹിക്കുന്ന ഒരു സന്തോഷം
തിരിച്ചു കിട്ടിയിട്ടില്ല ആരിൽ നിന്നും. അപ്പൊ കുറച്ചെങ്കിലും ഒരു സന്തോഷം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വ്യക്തി ഓവർലി ഇമോഷണൽ ആണ്. അപ്പോ ഈ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തൽക്കാലം നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതാണ് ഈ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയെ പെട്ടെന്ന് ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. കാരണം ഇമോഷണലി കുറച്ചൊരു ഡാമേജ് ഉണ്ട് ഈ വ്യക്തിക്ക്. അപ്പൊ ഈ വ്യക്തിയെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആരാണോ കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ കുറച്ചൊരു സിമ്പതി കാണിക്കുന്ന അവരോടൊരു ചായ്വ് വ്യക്തിക്ക് വരും. അപ്പൊ പക്ഷെ നിങ്ങളെ ഈ വ്യക്തി കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു സപ്പോർട്ട് വേണ്ട ഒരാളാണ്. അപ്പൊ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. വളരെ സ്ട്രോങ് ആണ്, വളരെ ചിരിച്ച് സന്തോഷിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൽ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അക്വേറിയസ്, ലിബ്ര, ജെമിനി ആയിരിക്കാം. വ്യക്തി എന്തായാലും നിങ്ങളിൽ ഒരു ഡിപ്പെൻഡൻസി കാണും. നിങ്ങളോട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പൊ വ്യക്തിക്ക് വേറെ ആരെയും നോട്ടമില്ല. ഇപ്പൊ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഈ വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വേറൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തി ചിന്തിക്കുന്നില്ല. ഇപ്പോഴത്തെ ഈ എനർജിയിൽ ഈ തൽക്കാലത്തേക്ക് വേറൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തി ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ആസ് എ പേഴ്സൺ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. അതുപോലെ വളരെ ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം. ഈ വ്യക്തിക്ക് അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ നിങ്ങളെ പോലത്തെ ഒരാളെയാണ് ഈ വ്യക്തി അന്വേഷിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ വന്ന് കയറി ജീവിതത്തിൽ. ഇപ്പൊ ഇനി തൽക്കാലത്തേക്ക് വേറെ ആരും നോക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ സോഡിയാക് സൈൻ. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽ മെസ്സേജസ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈ വ്യക്തി ചിലപ്പോ എക്സില് എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ എക്സുമായിട്ട് ഈ വ്യക്തിക്ക് കുട്ടികളുള്ള ആളായിരിക്കും. ചിലപ്പോ ആദ്യത്തെ റിലേഷൻഷിപ്പ് അല്ലാന്ന് നമ്മൾ കണ്ടു. ചിലപ്പോൾ ഈ വ്യക്തി ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. അപ്പൊ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ എക്സുമായിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഈ വ്യക്തി കാര്യങ്ങൾ നോക്കേണ്ടി വരും. ആ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും കുറെ അധികം. അതിപ്പോ നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണെങ്കിലും ആ വ്യക്തിയുടെ എക്സിലുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഈ വ്യക്തിക്ക് അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ തൽക്കാലം തമ്മിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്കും കുട്ടികൾ ഉണ്ടാവാം. ഇത് വിവാഹമാണെങ്കിൽ അപ്പൊ നിങ്ങൾക്കും കുട്ടികൾ ഉണ്ടാവാം, ഈ വ്യക്തിക്കും കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ടി വരും. മനസ്സിലായോ? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ പറയാ, ഒരു ഡിവോഴ്സ് കഴിഞ്ഞൊരു വിവാഹം അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വിവാഹം, അങ്ങനെയുള്ള വിവാഹം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, അങ്ങനെയുള്ള നമ്മൾ വിവാഹത്തില് മുമ്പിലോട്ട് പോകുമ്പോൾ കുട്ടികൾ ഉണ്ടാവും. പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ കുട്ടികൾ, അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങള് ആ കുട്ടികളുടെ അച്ഛനെ ആയിരിക്കാം, അമ്മയെ ആയിരിക്കാം വിവാഹം കഴിക്കുന്നത്. അപ്പോ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ആ കുട്ടികളോട്. അത് പാലിച്ചേ പറ്റുള്ളൂ. അത് ഈ വ്യക്തി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. ആ വ്യക്തി അത് പാലിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് സമയമെടുത്ത് രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു പോസിബിലിറ്റി ഉണ്ട്, നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. എന്താ പ്രശ്നം? നിങ്ങൾ വിവാഹം കഴിച്ചു കഴിയുമ്പോഴും ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമുള്ള സമയത്ത് ഈ വ്യക്തിയുടെ കുട്ടികളെ അന്വേഷിച്ച് ഈ വ്യക്തി പോകേണ്ടി വരും. കാരണം അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറണം. നിങ്ങളും അതുപോലെ തന്നെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും നന്നായിട്ട് നോക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, ഏഞ്ചൽസ് പറഞ്ഞത് നിങ്ങളോട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാർഡിന്റെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി മൂന്നാമത്തെ കാർഡിന്റെ റീഡിംഗിലേക്ക് പോവാം. ഭഗവാനെ. ഓൾറൈറ്റ്, ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ്. ഇതൊരു റീകൺസിലിയേഷൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവാം, ചിലപ്പോൾ ഡിവോഴ്സ് വരെ പോയി, അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വന്ന രണ്ടുപേരാകാം. ചില സമയത്ത് നമുക്ക് അത്രയും സമയം എടുക്കും മറ്റേ ആള് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിവിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോ അതുപോലത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും ഇതൊരു റീകൺസിലിയേഷൻ ആണ്, ഒരു റീയൂണിയൻ ആണ് ഇവിടെ. അപ്പോ ഡെത്ത് കാർഡ് ആണ്, സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്, പക്ഷെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ
വേണ്ടാന്ന് വെച്ച ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വന്ന ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെയാവുമ്പോ എന്ത് കാരണം കൊണ്ടാണോ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് നിങ്ങൾ വെച്ചത്, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉടക്കിക്കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് സംശയമായിട്ട് തലപൊക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതോ ഇത് കള്ളത്തരം പറഞ്ഞ് വന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 4 ഓഫ് സ്വേർഡ്സും. ഒരു റിലേഷൻഷിപ്പ് ഇതിനകത്ത് ഒരു എന്താ പറയാ, റീകൺസീലിയേഷൻ ഒരു പോസിബിലിറ്റി വരുന്നുണ്ടെങ്കിലും ഇവിടെ സ്നേഹം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. അപ്പോ ഇവിടെ ഒരു സ്നേഹത്തിന്റെ ഓഫർ അല്ല വന്നിരിക്കുന്നത്, ഒരു റീകൺസിലിയേഷന്റെ ഓഫർ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ടെൻഷൻ. ഇതിൽ തിരിച്ചു പോണോ, രണ്ടാമത് റിലേഷൻഷിപ്പ് വേണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കാൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 4 ഓഫ് സ്വേർഡ്സ് ആണ്. മനസ്സിലെ സംശയങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തീരുമാനിക്കാം എനിക്ക് വേണമെന്നുണ്ട് റിലേഷൻഷിപ്പ്, പക്ഷെ ഇതെന്താണ്, ഇനി മുമ്പോട്ട് പോയാൽ സക്സസ്ഫുൾ ആകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ രണ്ടുപേരുടെയും മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു പേടിയുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഇത് പണിയാകുമോ എന്നൊരു ടെൻഷൻ. ചിലപ്പോ നേരത്തെ സ്നേഹമില്ല, ഇല്ല ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വേണ്ടാന്ന് വെച്ച റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷെ അത് പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളാണോ? നമ്മൾക്ക് ആദ്യം ഈ വ്യക്തി എന്തുകൊണ്ടാണ്, ഓക്കെ ഫൈൻ, നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളാണോ? അതായത് നമ്മൾ ആ എനർജി സെറ്റ് ചെയ്തു, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളാണോ? ഈ വ്യക്തി നിങ്ങളുടെ, ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അത്ര കഴിവില്ല. മനസ്സിലായി? ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചിലർക്ക് സോറി പറയാനും തെറ്റ് ചെയ്തു പോയി എന്ന് പറയാനും ഒരു മടിയാണ്, ക്ഷമിക്കണം എന്ന് പറയാൻ ഒരു മടിയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ പിന്നെയും റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ചിലപ്പോൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു മടിയുണ്ട് സോറി പറയാൻ. റിലേഷൻഷിപ്പ് പോയതിൽ ഒരു വിഷമമുണ്ട്, ഒരു മടിയുണ്ട് സോറി പറയാനായിട്ട്. അപ്പൊ ഇവിടെ ഒരു ഈഗോയുടെ പ്രശ്നം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് പോയത്. ചിലപ്പോൾ സാലറി, രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ഒരാളുടെ സാലറി കൂടിപ്പോയി, ഒരാളുടെ സാലറി കുറവാണെന്നുള്ള പ്രശ്നത്തിലായിരിക്കാം ചിലപ്പോ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടുന്നില്ല, അർഹിക്കുന്ന ഒരു റെസ്പെക്ട് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നത്തിലായിരിക്കും റിലേഷൻഷിപ്പ് പോയി കളഞ്ഞത്. എന്തായാലും ഈ വ്യക്തി അതെല്ലാം മാറ്റി വെച്ചിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ല ഈ വ്യക്തിക്ക്. അങ്ങനെയാണെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷെ പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നൊരു ബോധം വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നതെന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നിങ്ങളില്ലാതെ ഒരു ജീവിതം ഈ വ്യക്തിക്ക് പോസിബിൾ ആണോ? ആണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങളില്ലാതെ ഒരു ജീവിതം ഈ വ്യക്തിക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചപ്പം ക്വീൻ ഓഫ് വോൺസും ക്വീൻ ഓഫ് വേർഡ്സും രണ്ടും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോ ചിലപ്പോ സെയിം രണ്ടാണും രണ്ട് പെണ്ണും, അങ്ങനെ രണ്ട് പെണ്ണും പെണ്ണും അല്ലെങ്കിൽ ആണും ആണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ട് സ്ത്രീകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചിലപ്പോ മെയിൽ എനർജി, ഫീമെയിൽ എനർജി ഉള്ള രണ്ട് ആണുങ്ങളും ആകാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. ഈ സ്ഥാനം നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരാനുള്ള മടി ഈ വ്യക്തിക്കുണ്ട്. അപ്പോ വ്യക്തിക്ക് പറ്റില്ല. യെസ്, ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലുമായി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു വാശിക്കായിരിക്കാം, കാരണം ഇത് ക്വീൻ ഓഫ് വോൺസ് ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അവര് ഈഗോ കുറച്ച് കൂടുതലുള്ളവരാണ്. അപ്പൊ പറ്റും എന്ന് പറയും. പക്ഷെ തൊട്ടടുത്ത് തന്നെ ക്വീൻ ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് സ്വേർഡ്സിനോട് ചോദിക്കുമ്പോൾ ക്വീൻ ഓഫ് സ്വേർഡ്സ് മേ ബി എന്നാണ് പറയുന്നത്. അപ്പോ ഈ വ്യക്തിക്ക് പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഈ വ്യക്തിക്ക് അറിയാം, ഈ വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് പറ്റില്ല, പോസിബിൾ അല്ല. കാരണം നിങ്ങൾ തമ്മിൽ അത്ര നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്.
അപ്പോ അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ നിങ്ങൾ വാശിക്ക് എനിക്കിപ്പോ സൗകര്യമില്ല വരാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി പറയും എന്നാ പിന്നെ വേണ്ട എന്ന് പറയും. പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്യും, പോവില്ല. കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളില്ലാതെ വ്യക്തിക്ക് പറ്റില്ല എന്ന്. വേറെ ആരും ഈ ഇതിലേക്ക് വരില്ല, ഈ വ്യക്തിക്ക് പറ്റില്ല. നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണ്, നിങ്ങൾ ഭയങ്കര വാശിയിലാണ് ഇരിക്കുന്നത്. സോറി, നിങ്ങളൊരു യെസ് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും. പക്ഷെ നിങ്ങൾ യെസ് പറയാതെ ഇരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ മുമ്പോട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം, മനസ്സിലായോ? പക്ഷെ ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കാനും നിങ്ങൾ ഈ വ്യക്തിയോട് ക്ഷമിക്കണമെന്ന് പറയാനുമുള്ള ഒരു ഈഗോ ഉള്ള ഒരാളായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളല്ലാതെ വേറെ ആരെയും ഈ വ്യക്തിയുടെ, ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്കോ ഒരു ഭർത്താവിന്റെ സ്ഥാനത്തേക്കോ ഈ വ്യക്തിക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഇവിടെ, കേട്ടോ. കാരണം ഒരാള് ഫയർ സൈനും ഒരാളും എയർ സൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോറി, എയർ സൈനും ഫയർ സൈനും തമ്മിൽ വെച്ചാൽ അക്വേറിയസ് ലിബ്ര ജെമിനി അത് എയർ സൈൻ ആണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഫയർ സൈൻ ആണ്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ നമുക്ക് കാണാം തീയെ ആളി കത്തിക്കുന്നത് എയർ ആണ്. അപ്പോ ഓക്സിജൻ ഇല്ലാതെ തീക്ക് നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനിയും നിങ്ങൾ തിരിച്ചൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെ, അതുകൊണ്ടാണ് ഇവിടെ ഒരു ടോക്സിക് ഇത് പറഞ്ഞത്, പോയിസന്റെ കാര്യം പറഞ്ഞത് ഓറക്കിൾ മെത്തേഡിൽ. സ്വഭാവമായിരുന്നു തൊണ്ട കുത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് മെസ്സേജ് ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? എക്സ്പ്രസ് യുവർ ലവ്, അത് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കാണിക്കുക വ്യക്തിയെ. ഈ കോ ഡിപ്പെൻഡൻസി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക, അത് നമ്മൾ കോ ഡിപ്പെൻഡൻസി എന്ന് പറയും. അത് ഒരു പരിധി കഴിയുമ്പോഴാണ് കോ ഡിപ്പെൻഡൻസി ആവുന്നത്. പക്ഷെ കോ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ ഒരു വൾണറബിലിറ്റി ആണ്. എനിക്ക് നിന്നെ വേണം എന്ന് ഞാൻ ആ വ്യക്തിയെ കാണിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതൊരു ഒരു സന്തോഷം കൊടുക്കും. ചില എന്നെ അവൾക്ക് വേണ്ട അല്ലെങ്കിൽ അവന് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വെറുതെ ഒരു അധികപ്പറ്റ് പോലെ. പക്ഷെ നിങ്ങളും എൻ്റെ കൂടെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ്, കൂടെ നിൽക്കാൻ ഒരു നമുക്കൊരു എന്താ പറയാ ഒരു കാരണമായി, അല്ലെ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങൾ എനിക്ക് വേണം എന്ന് പറയുക, അത് അത്യാവശ്യമാണെന്നാണ്. എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്, നിങ്ങൾക്കും ഈ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾ പറയണമെന്നാണ് പറയുന്നത്. ഫ്രീ യുവർ സെൽഫ്. നിങ്ങൾ കുറെയൊക്കെ ഭയങ്കര stubborn ആയിട്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു പോകില്ല, ഞാൻ അങ്ങനെയാണ്, ഇനിയിപ്പോ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, എനിക്ക് വ്യക്തി ഇഷ്ടമാണ് പക്ഷെ തീരുമാനം എടുത്ത കൊണ്ട് ഞാൻ തിരിച്ചു പോകില്ല എന്നൊരു ജാട ഇട്ടിരിക്കുകയാണ്. വെറുതെ ജാട ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നല്ലൊരു വഴക്കുണ്ടാവും, എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. പിന്നെ ചില റിലേഷൻഷിപ്പ് ഭയങ്കര ഫോർമൽ ആയിരിക്കും, താങ്കൾ അങ്ങ് എന്നൊക്കെ വിളിച്ച് സംസാരിക്കും. പക്ഷെ അവിടെ ഒരു അറ്റാച്ച്മെന്റ് കുറവായിരിക്കും. അപ്പൊ ഇവിടെ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് ഫ്ലെക്സിബിൾ ആകുക, എന്നാലേ ഇതൊരു സക്സസ്ഫുൾ ആകുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്, കേട്ടോ. അപ്പൊ ഫ്രീ യുവർ സെൽഫ് എന്നുള്ള ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് എന്ന് വെച്ചാല് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഫാമിലി എന്ത് വിചാരിക്കും. ഞാൻ അവരോട് പറഞ്ഞാലേ ഈ വ്യക്തി ഇങ്ങനെയാണ്, എന്നോട് ഇങ്ങനെ ചെയ്തു, ഇനിയിപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു പോകണം, അപ്പൊ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവരല്ലല്ലോ വ്യക്തിയുടെ കൂടെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്, നിങ്ങളല്ലേ. നിങ്ങൾ തീരുമാനം എടുക്കുക, കേട്ടോ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കുക വെച്ചാല് നിങ്ങളുടെ ഫ്രണ്ട്സിനും ചില സമയത്തെ നമ്മളുടെ ഡിവോഴ്സ് മറ്റുള്ളവർക്ക് ഗുണകരമാവും. എപ്പോഴാണെന്നറിയാമോ? അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ മാരീഡ് ആണ്, അവരുടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ നമ്മൾ ഓടിച്ചെല്ലും. ഭർത്താവും ഭാര്യയായിട്ടുള്ള പ്രശ്നത്തിൽ നമ്മൾ ഓടിക്കയറും. സിസ്റ്റേഴ്സും ബ്രദേഴ്സിനുള്ള പ്രശ്നത്തിൽ നമ്മൾ ചെല്ലും. കാരണം നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഡിവോഴ്സി അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് കുട്ടികളും കൂടി ഇല്ലെങ്കിലും പിന്നെ അതുമല്ല നമ്മളുടെ പാരന്റ്സിനും അങ്ങനത്തെ ഒരു ഇതുണ്ടാവും അവരുടെ കാര്യത്തിൽ. അപ്പൊ കുറെ ബ്രദർ സിസ്റ്റേഴ്സ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, ചില അനിയത്തിമാരും ചേച്ചിമാരും കല്യാണം കഴിക്കാത്ത ഒരു ചേച്ചിയോ ചേട്ടനോ വീട്ടിലുണ്ടെങ്കിൽ, ആ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയാണ് ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കാതിരിക്കാൻ നോക്കും. കാരണം ഇവരുടെ ആവശ്യത്തിന് അവര് വേണം അത് വേണ്ടിയിട്ട്. അപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒന്നും പറയുന്നത് നിങ്ങൾ നോക്കണ്ട. അവർക്കൊക്കെ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക, കേട്ടോ. അതാ എനിക്ക് ഇത് ഇവിടെ പറയാനുള്ളൂ. യൂണിവേഴ്സ് ഏഞ്ചൽസും അത് തന്നെയാ പറഞ്ഞത് നിങ്ങളോട്. മറ്റുള്ളവർ എന്ത് പറയും നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോവുക മുമ്പോട്ട്, ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോവുക, കേട്ടോ. അത്രേ ഉള്ളൂ. ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.
എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ട് ടേക്ക് കെയർ.